അവർക്കും അവരവരുടേതായിട്ടൊരു സ്പേസ് വേണം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസം പഴയ ഒരു ഫ്രണ്ടുമായിട്ട് ഉണ്ടായ ഒരു ചെറിയ കോൺവെർസേഷനിൽ ഓളിന്റെ അടുത്ത് പറയുന്നുണ്ടായി, കല്യാണത്തിന് ശേഷം കുറച്ചു ദിവസം സ്വന്തം വീട്ടിൽ വന്ന് നിക്കാന്ന് വെക്കുമ്പോ പേരൻസ് പറയാണ് തിരിച്ചു പോ, കാരണം നാട്ടുകാർ എന്ത് പറയുന്നുള്ള പേടി. ഇതിൽ ആങ്ങളമാരോടുള്ള പെൺകുട്ടികളാണെങ്കിൽ തീരെ പറയണ്ട, സ്വന്തം റൂം പോലും, താൻ ജനിച്ചു വളർന്ന റൂം പോലും പിന്നീട് അവർക്ക് അന്യം നിന്നു പോകും. ഇനി കല്യാണം കഴിഞ്ഞിട്ടോ ഇൻലോസിന്റെ കൂടെ താമസിക്കേണ്ടി വരുന്ന വളരെ വലിയൊരു ഭൂരിപക്ഷം ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലല്ലാതെ മറ്റെവിടെ പോയാലും ആ ഒരു കംഫർട്ടബിൾ ഫീൽ നമുക്ക് കിട്ടില്ല. എങ്കിലും വേറൊരു ഓപ്ഷൻ ഇല്ലാതെ തന്നെ തന്റെ 20കളിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സ്ത്രീകളെ എനിക്ക് നേരിട്ടറിയാം. പല ഹസ്ബൻഡ്സിനും ഇത് മനസ്സിലാവാറില്ല, കാരണം അവർ നോക്കുമ്പോൾ അത് അവരുടെ അമ്മയാണ്, പക്ഷെ ആ അമ്മയാണെങ്കിൽ ഒരു സ്ത്രീയാണ്. അവരുടെ സ്പേസ് ആയിരുന്നു അത്. അതിലേക്ക് പുതിയൊരാൾ കയറി വരുന്നു. രണ്ടാളുടെയും രീതികൾ രണ്ടാണ്. അമ്മയ്ക്ക് വാശി ഇതിങ്ങനെ ചെയ്യണം, മോൾക്ക് വാശി ഇതിങ്ങനെ ചെയ്യണം. അങ്ങനെയാണ് പല കുടുംബത്തിലും സമാധാനം നഷ്ടപ്പെടുന്നത്. പേരൻസിനെ നോക്കരുതെന്നോ അല്ലെങ്കിൽ കുടുംബമായിട്ട് സഹകരിക്കരുതെന്നോ ഒന്നും അല്ല പറയുന്നത്. ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് എപ്പോഴും നല്ലൊരു ഫാമിലിക്ക് ആവശ്യമാണ്. സ്വന്തം ഇഷ്ടങ്ങളൊക്കെ സാധിച്ച് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ ലക്ഷറിയാണ്. സാഡ്ലി നമ്മുടെ നാട്ടില് ഒരുപാട് പേർക്ക് അതില്ല. പിന്നെ ഇൻലോസിന്റെ കൂടെ സ്വന്തം വീട്ടിലെന്നോണം സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ വളരെ റെയറാണ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തോ ഭാഗ്യത്തിന് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എന്റെ ലൈഫിലുണ്ട്. ആക്ച്വലി ഞാൻ സംസാരിച്ചു തുടങ്ങിയത് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയുന്ന പേരൻസ് ഇട്ട് ഒരു കൊട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പറഞ്ഞു നമ്മൾ എവിടെ എത്തി. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു സൂൺ ആസ് ഓൾവേസ്. ബൈ. എല്ലാവർക്കും അവരവരുടേതായിട്ടൊരു സ്പേസ് വേണം.